പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി വീണ്ടും ശശി തരൂർ. ഇത്തവണ പുകഴ്ത്തലിന്റെ ഗ്രാഫ് അല്പം കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദീപികയിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് തരൂരിന്റെ ഈ പുകഴ്ത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതിയാണ് രാജ്യം കഴിഞ്ഞ മോദിയുടെ 3 ടേമുകളായി കൈവരിച്ചത്. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത്യാധുനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയെന്നും തരൂർ പുകഴ്ത്തുന്നു. അതേസമയം ചില വിമർശനങ്ങളും ഈ ദീപിക ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളുടെ ഗ്രാവിറ്റി അല്പം കുറവാണ്. പുകഴ്ത്തലിന് തന്നെയാണ് അല്പം മുന്നോട്ട് ഉള്ള നിലയുള്ളത് ഈ ലേഖനത്തിൽ. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഈ മോദിയെ തരൂർ പുകഴ്ത്തുന്നത് ആദ്യമായല്ല, പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിൽ ചില വിശദീകരണങ്ങളും നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ പുകഴ്ത്തലിൻ്റെ ഗ്രാഫ് അല്പം കൂടുതലാണ് അല്ലേ? KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഏതായാലും മോദിക്ക് വീണ്ടും തരൂരിൻ്റെ പുകഴ്ത്തൽ എന്നുള്ളതാണ് നിർണായകം. കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് പലപ്പോഴും തരൂരിനെ ഈ വിഷയത്തിൽ നേതാക്കളൊക്കെ വോൺ ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, മലയാള ദിനപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ വന്നിട്ടുള്ള ലേഖനത്തിൽ ആണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എത്തുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സേവനം അനുഷ്ഠിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി ജൂൺ 10 നരേന്ദ്രമോദി മാറി. ഇങ്ങനെയുള്ള ഒരു വിശേഷണത്തോടു കൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യാനന്തര കാലത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവർക്ക് ശേഷം പിന്നീട് ഒരു ലോക നേതാവായി മാറിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് എന്നുകൂടി ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് വ്യക്തിപരമായി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പുകഴ്ത്തൽ എന്ന് നമുക്ക് പറയാം. അതേസമയം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ലേഖനം കൂടിയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1947 ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പുനർക്രമീകരണത്തിനാണ് മോദി ഇതിനകം നേതൃത്വം നൽകിയത്. സാമ്പത്തിക നവീകരണത്തിലും ഭരണ സംവിധാനങ്ങളുടെ ശേഷി വികസനത്തിലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടായത് എന്നുകൂടിയാണ് ഈ ലേഖനത്തിൽ ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. 140 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവിത അടിസ്ഥാനപരമായി മാറ്റിമറിച്ച അത്യാധുനിക സാങ്കേതിക ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ വികസനം മോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. 2014 ശേഷം രാജ്യത്തിന്റെ പുരോഗതി വലിയ തോതിൽ ആണ് എന്ന് അവകാശപ്പെടുമ്പോൾ അത് കോൺഗ്രസിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് നേരെ വിപരീതമാണ്. അതായത് കോൺഗ്രസിന്റെ വിമർശനങ്ങളിൽ നിന്ന് നേരെ വിപരീതമാണ് ഈ ആർട്ടിക്കിൾ എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ബാങ്കിംഗ് മേഖലയെ ആശ്രയിക്കുന്നത്, സബ്സിഡിയും ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളിലേക്ക് നേരിട്ടെത്തുന്നത്, അങ്ങനെ അഴിമതി ഇല്ലാതാക്കാൻ കൂടി സാധിക്കുന്നു എന്നുകൂടിയുള്ള പുകഴ്ത്തൽ ആണ് ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പുകഴ്ത്തലിനോടൊപ്പം തന്നെ മറ്റു ചില വിമർശനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ യുദ്ധസമയത്തടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഈ ലേഖനത്തിലുണ്ട്. എങ്കിലും ശരി, ഏതായാലും മോദിക്ക് തരൂരിന്റെ പുകഴ്ത്തൽ വിമർശനം ഉണ്ടായെങ്കിൽ പോലും പുകഴ്ത്തലിനാണ് കുറച്ച് പ്രാമുഖ്യം നൽകിയിരിക്കുന്ന ഈ ലേഖനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.